കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 5.0 PYQ അൾട്ടിമേറ്റ് അനാലിസിസ് സീരീസ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് MCO 021, അതായത് MCOM ഫസ്റ്റ് സെമസ്റ്ററിന്റെ കോർ പേപ്പർ ആയിട്ട് വരുന്ന മാനേജീരിയൽ എക്കണോമിക്സ് എന്ന പേപ്പറിന്റെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. എൻ്റെ പേര് ദുർഗ എന്നാണ്. ഞാൻ ലേൺവൈസ് മെന്റർ കം ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഒരു സീരീസിലൂടെ അല്ലെങ്കിൽ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ലേൺവൈസ് നിങ്ങളുടെ TE എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഈ ഡിസംബറിലെ എക്സാം പ്രിപ്പറേഷൻസ് ഈസി ആക്കുന്നതിനും അല്ലെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡന്റ് ആക്കുന്നതിനും നിങ്ങൾ ലേണേഴ്സിന്റെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുമായിട്ടാണ് ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് വീഡിയോസ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് MCO 021 അഥവാ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന പേപ്പറിന്റെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഓൾറെഡി കഴിഞ്ഞ പേപ്പേഴ്സിലൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന്റെ സിലബസിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ ആ ഒരു സിലബസിനെ എങ്ങനെയാണ് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ ലേൺവൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് മെയിൻലി പാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഹൈ പ്രോബബിലിറ്റി, അതായത് ആ ഒരു പ്രോബബിലിറ്റി ബേസിസിൽ ഹൈ മീഡിയം ലോ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സിന്റെ സിലബസിലെ ടോപ്പിക്സുകളെ നിങ്ങളുടെ മുന്നിലേക്ക് വിത്തിൻ സ്ലൈഡ്സിലായിട്ട് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മെയിൻലി പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സിലബസ് എന്താണെന്നുള്ളതും എക്സാം പാറ്റേൺ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് റിക്കർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ ടോപ്പിക് പ്രോബബിലിറ്റി, അതായത് ഇനി എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് ബ്ലോക്ക് വൈസ് ആയിട്ട് വരുന്ന യൂണിറ്റ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് ഒരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ കൂടെ തന്നെ നിങ്ങളൊരു ലേൺവൈസ് ലേണർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആൻഡ് ലൈവ് സെഷൻസിന്റെ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാം റെഡി ആവുക, ഒരു എക്സാമിനായിട്ട് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസ് മാപ്പിംഗിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ റിക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഹൈ പ്രോബബിലിറ്റി ഏരിയാസിൽ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 5 to 9 നമ്പേഴ്സ് ഓഫ് അപ്പിയറൻസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സിനെ മീഡിയം എന്നുള്ള രീതിയിലേക്കും ലെസ് ദാൻ 5 അപ്പിയറൻസ് എന്നുള്ള രീതിയിലേക്കുള്ള ടോപ്പിക്സിനെ നമുക്ക് ലോ പ്രോബബിലിറ്റി കാറ്റഗറിയിലുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ നമുക്കറിയാം 4 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അതിൽ ഓരോ ബ്ലോക്കിലെയും ഏതൊക്കെ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ ഒരു കമ്പാരൻസീവ് ടേബിൾ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ അപ്പിയറൻസ്, അതായത് ഓരോ ടോപ്പിക്സിന്റെയും അപ്പിയറൻസിന്റെ കൗണ്ട് ആണ് ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ബ്ലോക്ക് 1, യൂണിറ്റ് 1, യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 എന്നുള്ള യൂണിറ്റുകളിൽ നിന്നും പല ടോപ്പിക്കുകൾ പല രീതിയിൽ അല്ലെങ്കിൽ പല കൗണ്ട് ആയിട്ടാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ് 1ൽ നിന്നുള്ള സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളതും 3 and 2 എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റ് 2ൽ നിന്നുള്ള കുറച്ചധികം ടോപ്പിക്സുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാം ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ദാറ്റ് ഇസ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ, ഇൻവിസിബിൾ ഹാൻഡ്,
ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം, അതുപോലെ തന്നെ ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം തന്നെ ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. യൂണിറ്റ് 3യിലേക്ക് വരുന്ന സമയത്ത് ഒപ്റ്റിമൈസേഷൻ കൺസെപ്റ്റ്, അൺസർട്ടനിറ്റി അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓൾസോ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് 3-2-1 എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ബ്ലോക്ക് 2യിലേക്ക് വരുന്ന സമയത്ത് ഫ്രം യൂണിറ്റ് 4 ആണ് നമുക്ക് ബ്ലോക്ക് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേക്ക് വരുന്ന സമയത്ത് ഡിമാൻഡ് ഫംഗ്ഷൻ, ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ഓൾസോ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ഈ 3 ടോപ്പിക്സുകളും ഈക്വലി 2 ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് അപ്പിയർ ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത്. യൂണിറ്റ് 5ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പോകേണ്ടത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദെൻ ഈ പറയുന്ന ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി തന്നെയാണ്. ദെൻ യൂണിറ്റ് 6ലേക്ക് വരുന്ന സമയത്ത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ്റ്റിമേറ്റിംഗ് ഡിമാൻഡ് യൂസിംഗ് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ളതും ആണ് നമുക്ക് യൂണിറ്റ് 6ൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. യൂണിറ്റ് 7ലേക്ക് വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ PPC കർവ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്സ് ആൻഡ് മാനേജീരിയൽ യൂസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺ ടു സ്കെയിൽ, ഇതെല്ലാം തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് മോസ്റ്റ് 9 ടൈംസ് ആണ് നമുക്ക് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തായിട്ട് കാണാൻ പറ്റുന്നത്. യൂണിറ്റ് 8ലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അക്കൗണ്ടിംഗ് കോസ്റ്റ് ആൻഡ് എക്കണോമിക് കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസും എന്താണ് ഓരോ കോസ്റ്റുകൾ എന്നുള്ളതും, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഫംഗ്ഷൻസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഇത്രയും ടോപ്പിക്സുകളാണ് യൂണിറ്റ് 8ൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ദെൻ യൂണിറ്റ് 8ൽ നിന്ന് തന്നെ നമുക്ക് വരുന്ന മറ്റുള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റിന്റെ ഡിഫറൻസും, അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും, അതുപോലെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് ഒരു അനാലിസിസിന്റെ ബേസിസ് ആയിട്ട്. ഇനി യൂണിറ്റ് 9, അതായത് ബ്ലോക്ക് 3യിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 9 നോക്കുകയാണെങ്കിൽ എക്കോണമീസ് ആൻഡ് ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ, അതുപോലെ തന്നെ ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, എസ്റ്റിമേഷൻസ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് യൂണിറ്റ് 9ൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷൻസ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ് തന്നെയാണ്. 6 ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബ്ലോക്ക് 4 സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 10 മുതലാണ്. യൂണിറ്റ് 10ൽ നിന്നുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് പ്രൈസിംഗ് അനാലിസിസ് ഓഫ് മാർക്കറ്റ്സ്, ഇത്രയും ടോപ്പിക്സുകളാണ് യൂണിറ്റ് 10ൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഈക്വലി ഓരോ തവണയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. യൂണിറ്റ് 11ലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 4 യൂണിറ്റ് 11ലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 4 ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസിംഗ്, ഔട്ട്പുട്ട് ഓഫ് മോണോപ്പൊളി ഫേം ആൻഡ് ഓൾസോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ ലോങ് റൺ എന്നുള്ളതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യമാണ്. യൂണിറ്റ് 12ലേക്ക് വരുന്ന സമയത്ത് ഒളിഗോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ഷോർട്ട് റൺ എന്നീ കാര്യങ്ങളാണ് യൂണിറ്റ് 12ൽ വരുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒളിഗോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 6 ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾക്കാണ്. യൂണിറ്റ് 13ലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ട്രാൻസ്ഫർ പ്രൈസിംഗ്, പീക്ക് ലോഡ് പ്രൈസിംഗ് ആൻഡ് 2 പാർട്സ് താരിഫ്സ്, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 13ൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. എങ്കിലും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ട്രാൻസ്ഫർ പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. ബിക്കോസ് 4 തവണയാണ് നമുക്ക് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരൻസീവ് ടേബിളിലെ ഡാറ്റാസ് നിങ്ങൾക്ക് ഒരു ബാർ ചാർട്ടിന്റെ ഫോർമാറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ അത് തന്നെ നമുക്ക് ഒരു ഹീറ്റ് മാപ്പിന്റെ ഫോർമാറ്റിലും ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാവുന്നതാണ്. സോ കീ ഇൻസൈഡ് ബോക്സ്
ബോക്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിട്ട്, അതായത് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ അപ്പിയറൻസിന്റെ ബേസിസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് യൂണിറ്റ് 7 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, യൂണിറ്റ് 7ൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് യൂണിറ്റ് 5ൽ നിന്നുള്ള ടോപ്പിക് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ യൂണിറ്റ് 5ൽ നിന്നുള്ള സെയിം യൂണിറ്റ്സിൽ നിന്ന് തന്നെയുള്ള ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇതെല്ലാം തന്നെ അക്രോസ് ഈ പറയുന്ന ഡിസംബർ 2022, ജൂൺ 2023, ജൂൺ 24, ഡിസംബർ 24 ആൻഡ് ജൂൺ 25, ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ സൈക്കിൾസിലൊക്കെ നമുക്ക് ഈ ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ ആവറേജ് മാർജിനൽ കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതായത് യൂണിറ്റ് 8ൽ നിന്നുള്ള ടോട്ടൽ ആവറേജ് ആൻഡ് മാർജിനൽ കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും, ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ യൂണിറ്റ് 9ൽ നിന്നുള്ള കോസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റർമിനൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ഈക്വലി നമ്മൾ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളായിട്ട് തന്നെ നമുക്ക് പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ്. ദെൻ നമുക്കൊരു എക്സാം പാറ്റേൺ അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ തന്നെ 1-2 എക്സാംസ് അറ്റൻഡ് ചെയ്തവരായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ലേണേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെം എക്സാം ആണ് അല്ലെ. സോ നമുക്ക് അതിന്റെ പാറ്റേൺ ഏതൊക്കെ രീതിയിലായിരിക്കും അല്ലെങ്കിൽ അതിന്റെ എക്സാം ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി, അതായത് ഈ പറയുന്ന കംപ്ലീറ്റ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ടിപ്പിക്കലി 20 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക്, അതായത് ഒരു എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് എസ്സേ അല്ലെങ്കിൽ സ്പ്ലിറ്റ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുവാണെങ്കിൽ 200 to 350 വേർഡ്സ് ആയിരിക്കണം നമ്മൾ അവിടെ പ്രസന്റ് ചെയ്ത് പോകേണ്ടത്. ദാറ്റ് ഈസ് ലോങ് എസ്സേ, അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അവിടെ നമ്മൾ കൃത്യമായ രീതിയിൽ എന്താണ് ആ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അതിനെ ഡിഫൈൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ഡിസ്കസ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കുകയാണെങ്കിൽ 19 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ 20 മാർക്സിനാണ് നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാവുന്നത്. 350 to 500 വേർഡ്സ് എങ്കിലും നമ്മൾ കൃത്യമായ രീതിയിൽ എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പ്രസന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ദെൻ അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് കാറ്റഗറി ആണ്. അതായത് എനി 2 എന്നുള്ള രീതിയിലേക്ക് 2 ക്വസ്റ്റ്യൻസ് 10 മാർക്സ് ഈച്ച് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരാൻ സാധ്യതയുണ്ട്, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈച്ച് ക്വസ്റ്റ്യൻ 120 to 180 വേർഡ്സ് എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ ഗ്രാഫോ കൊടുത്ത് പോകാനായിട്ട് ശ്രമിക്കാം. ദെൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്വിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതും നമുക്ക് എന്താണ്, ഒന്നുകിൽ ഈ പറയുന്ന 2 ക്വസ്റ്റ്യൻസ് 6 ഈച്ച് എന്നുള്ള രീതിയിലും അനദർ പാർട്ട് എന്ന് പറയുന്നത് 8 മാർക്സ് ഈച്ച് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചോദിക്കാം. ആ ഒരു രീതിയിലാണെങ്കിൽ പോലും ഈ പറയുന്ന 300 to 450 വേർഡ്സ് നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ടാബുലർ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഒരു സ്മോൾ ഫിഗർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തൊക്കെ നമുക്കത് അവിടെ പ്രസന്റ് ചെയ്യാവുന്നതാണ്. MCQ അല്ലെങ്കിൽ ഷോർട്ട് ഈ പറയുന്ന 1 വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോർമലി നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതല്ല. സോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗ്രാഫിക്കൽ ബേസ്ഡ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും 44% ഓഫ് മാർക്സും നമുക്ക് ഈ പറയുന്ന ലോങ് എസ്സേ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എസ്സേ ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നിന്നും 46% ഓഫ് മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് നോട്ട് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന എത്രയാണ് 6% ആണ് നമുക്ക് ഈച്ച് ആൻഡ് ഇൻഡിവിജ്വലി നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെങ്കിൽ 3% ആണ് നമുക്ക് നോർമലി ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്സ് ഫ്രം ജൂൺ 2023 ടു ജൂൺ 2025 ലാസ്റ്റ് 5 സെഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് 1ൽ നിന്നും ടോട്ടൽ 4% ആണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ 22%, ബ്ലോക്ക് 3 24%, ബ്ലോക്ക് 4 16%. സോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് 3യിൽ നിന്നാണ്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യത്തിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ?
അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ പാറ്റേൺ ഹൈലൈറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ 2023 മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എസ്സേസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. സോ അതോടൊപ്പം തന്നെ 24 to 25 ഇയറിലേക്ക് വരുന്ന സമയത്ത് ഗ്രാഫിന്റെ കാര്യങ്ങൾ കൂടി വിത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഗ്രാഫ് എക്സ്പ്ലനേഷൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസംബർ 2024 to 25ലേക്ക് ജൂൺ 25ലേക്ക് വരുന്ന സമയത്ത് ലോങ് റൺ, ഷോർട്ട് റൺ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുകൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഷോർട്ട് നോട്ട് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ഡിസംബർ 2024 അതുപോലെ തന്നെ ജൂൺ 2025 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു 10% ആണ് ഈ പറയുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മളൊരു പ്രിപ്പറേഷൻ ടിപ്പ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 3 hour ആണ്, 100 മാർക്കാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഓവറോൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് വരുന്നത്. അതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 40 ആയിരിക്കണം നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. സോ ഈ പറയുന്ന കൃത്യമായ രീതിയിൽ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ എങ്ങനെ വെയിറ്റേജ് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒരു 83 മിനിറ്റ്സ് എങ്കിലും നമ്മൾ പ്രസന്റ് ചെയ്ത് പോകാനായിട്ട്, അതായത് 83 to 80 മിനിറ്റ്സ് എങ്കിലും നമ്മൾ യൂസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 11 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഈച്ച് ആൻഡ് എവറി ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊടുത്തു പോവുക. അതുപോലെ തന്നെ കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിംഗ്വിഷ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു 6 മിനിറ്റ്സ് ഈച്ച് എന്നുള്ള രീതിയിലേക്ക് പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു 32 to 34 മിനിറ്റ്സ് എങ്കിലും ഒരു 20 മാർക്സിന്റെ എസ്സേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക. അതുപോലെ തന്നെ 15 to 18 മിനിറ്റ്സ് പെർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. സോ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം ഈസി ആയിട്ട് ടൈം മാനേജ്മെന്റ് എന്നുള്ള ഒരു ബാരിയർ ഇല്ലാതെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതായത് ബൈ അനലൈസിങ് ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ ബ്ലോക്സിൽ നിന്നും യൂണിറ്റ്സിൽ നിന്നും ടോപ്പിക്സിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതിലേക്ക് നോക്കുമ്പോൾ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് വിത്ത് എക്സാമ്പിൾസ് 3 times ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇറ്റ്സ് പ്രൈസ് ഔട്ട്പുട്ട്, അതായത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. അതുപോലെ തന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി വിത്ത് എക്സാമ്പിൾസ്. ആൻഡ് ഓൾസോ പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് അണ്ടർ ഒളിഗോപോളി എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെ തന്നെ നമുക്ക് 3 times ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്ത് കാണുന്നത്. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്സ്, ഡയഗ്രമാറ്റിക് വെർ റെലവന്റ് എന്നുള്ള ടോപ്പിക്. അതുപോലെ തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ്, മാനേജീരിയൽ എക്കണോമിക്സ്, ഡെഫിനിഷൻ ആൻഡ് ഇറ്റ്സ് സ്കോപ്പ്, പ്രൈസിംഗ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, managerial uses of production function and short run cost function, MCAC relationship. ഇതെല്ലാം തന്നെ 2 times ആണ് നമുക്ക് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വൈസ് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓവറോൾ ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിസ്കസ് വേരിയസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇത് നമുക്കറിയാം ബ്ലോക്ക് 2 യൂണിറ്റ് 6ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിനാണ് നമുക്ക് ഇത് ചോദിക്കാറുള്ളത്. 3 times ആണ് ഇത് അപ്പിയർ ചെയ്ത് കാണുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 12ൽ നിന്നുള്ള മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഹൗ എ ഫേം ഡിറ്റർമൈൻ ഇറ്റ്സ് പ്രൈസ് ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ SR, അതായത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ എന്നുള്ളതും 3 times ആണ്. 20 മാർക്സിനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ യൂണിറ്റ് 13 ബ്ലോക്ക് 4ൽ നിന്നുള്ള യൂണിറ്റ് 13ൽ നിന്നുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഡിഗ്രീസ്, ടൈപ്സ് വിത്ത് എക്സാമ്പിൾ എന്നുള്ള ടോപ്പിക്സിൽ നിന്നും 3 times ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. 16% ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ യൂണിറ്റ് 4
ബ്ലോക്ക് 4 യൂണിറ്റ് 12 നിന്നുള്ള പ്രൈസ് ലീഡർഷിപ്പ് എന്ന ടോപ്പിക്കിൽ നിന്നും 13% ആണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അഗെയിൻ 3 ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് കാണുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4 നിന്നുള്ള ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്സ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഡയഗ്രാംസ് എന്ന ടോപ്പിക്കിൽ നിന്നും 2 ടൈംസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് കാണുന്നത്. 20 മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ ലോ ഓഫ് മാർജിനൽ റിട്ടേൺസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 2 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ മാനേജീരിയൽ എക്കണോമിക്സ് അത് എന്താണെന്നുള്ളതും അതിന്റെ സ്കോപ്പും നേച്ചറും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് 20 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, മാനേജീരിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ, MC ആൻഡ് AC റിലേഷൻഷിപ്പ്, ഈ ഒരു ടോപ്പിക്സുകളിൽ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന പ്രീവിയസ്ലി 2 ടൈംസ് ആണ് നമുക്ക് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ പൈ ചാർട്ടിന്റെ ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ഹൈ ഈൽഡ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടോപ്പിക്സുകളെല്ലാം തന്നെ മോർ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടെ പ്രിപ്പറേഷന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റിവിഷൻ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ പ്രോബബിലിറ്റി മെട്രിക്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് എഗെയിൻ പ്രോബബിലിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ നമുക്ക് ഡിസംബർ 2025 എക്സാമിലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. സോ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രകാരം നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പിക്സിനെ ഹൈ, മീഡിയം, ലോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹൈ കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ടോപ്പിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 70% ഓഫ് അല്ലെങ്കിൽ ഒരു 70%നേക്കാളും കൂടുതൽ സമയം നമ്മൾ ആ ഒരു ഹൈ ഈൽഡ് ടോപ്പിക്സിലേക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ മീഡിയം കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അപ്പിയറൻസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ മീഡിയം കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളെ നമ്മളൊരു 40 to 69% എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലോ കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളിൽ നമ്മളൊരു 40% എങ്കിലും ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനായിട്ട് വരുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ഹൈ ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് യൂണിറ്റ് 7 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ യൂണിറ്റ് 8 ടോട്ടൽ ആവറേജ് ആൻഡ് മാർജിനൽ കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, യൂണിറ്റ് 12 നിന്നുള്ള ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, യൂണിറ്റ് 5 നിന്ന് തന്നെയുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, യൂണിറ്റ് 6 നിന്നുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, യൂണിറ്റ് 9 എക്കണോമീസ് ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ, യൂണിറ്റ് 12 നിന്നുള്ള മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, യൂണിറ്റ് 13 പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന മീഡിയം കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ്. സോ നമ്മൾ ആ ഒരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെ നമ്മൾ ആ ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് പോവേണ്ടത്. ദെൻ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് കൊണ്ട് തന്നെ ദെൻ മീഡിയം അല്ലെങ്കിൽ ലോ എന്നുള്ള രീതിയിലേക്ക് സെക്കൻഡ് ടയർ എത്തുമ്പോഴായിരിക്കണം നമ്മൾ ആ ഒരു എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന മീഡിയം കാറ്റഗറി അല്ലെങ്കിൽ മീഡിയം പ്രോബബിലിറ്റി കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ പ്രിപ്പറേഷന്റെ നമുക്ക് ഫ്ലാഷ് കാർഡ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 2 മിനിറ്റ് സമ്മറി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് പോവാവുന്നതാണ്. ദെൻ അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പറയുന്ന ലോ പ്രോബബിലിറ്റി ഏരിയയിൽ വരുന്ന ടോപ്പിക്സുകൾ നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്കറിയാം എക്സാക്ട് നമ്മുടെ ഇഗ്നോയുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. 3 hours ആണ് ഇതിന്റെ ടൈം വരുന്നത്. മാക്സിമം മാർക്സ് 100 ആണ്. ഇവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുണ്ട് അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ഈച്ച് ക്യാരി ഈക്വൽ മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഇൻപുട്ട് ചോയ്സ് എന്നുള്ളതാണ്. 20 മാർക്സിനാണ് ഈ ഒരു
ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്ട് ആൻഡ് ദ കണ്ടീഷൻ ഫോർ ദ ഒപ്റ്റിമൽ ഇൻപുട്ട് കോമ്പിനേഷൻ യൂസിംഗ് MRTS ആൻഡ് ആൻ ഐസോക്വാണ്ട് ആൻഡ് ഐസോകോസ്റ്റ് ഫ്രെയിംവർക്ക്. 12 മാർക്സിനാണ് ആ ഒരു പാർട്ടിൽ നിന്നും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രസന്റ് ചെയ്ത് പോകേണ്ടത്. ആൻഡ് ഓൾസോ ഡിസ്കസ് ഹൗ റിട്ടേൺ ടു സ്കെയിൽ ഇൻഫ്ലുവൻസ് മാനേജീരിയൽ ഇൻപുട്ട് ഡിസിഷൻസ്. അതുപോലെ തന്നെ 8 മാർക്സിന് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ് എങ്ങനെയാണ് മാനേജീരിയൽ ഇൻപുട്ട് ഡിസിഷൻസിനെ ഈ ഒരു റിട്ടേൺ ടു സ്കെയിൽ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്സിന് ആ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് റൺ കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അഗെയിൻ 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. സ്പ്ലിറ്റ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് and interpret the short run cost function, clearly distinguish fixed and variable components. അതായത് ഈ ഒരു ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ എന്തുകൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മളത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കമ്പോണൻസ് ഇൻ ഈ പറയുന്ന ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷനെ വേരിയബിൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിംഗ്വിഷ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളത് അവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഷോ ആൻഡ് എക്സ്പ്ലെയിൻ ദ MCAC റിലേഷൻഷിപ്പ് വിത്ത് നീഡ് ഡയഗ്രാം. ഡയഗ്രാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് പ്രസന്റ് ചെയ്യാനാണ്. 5 മാർക്സിനാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഫോർ ഡിസിഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. എഗെയിൻ സ്പ്ലിറ്റ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളതും അതിന്റെ പ്രാക്ടിക്കൽ പ്രൊസീജിയർ നമ്മളോട് എന്ത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്, ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ ഇഫക്റ്റ്, അതായത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഗ്രാഫിലൂടെ പ്രസന്റ് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് ഇലിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 2 മാനേജീരിയൽ യൂസസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എസ്റ്റിമേറ്റ്സിന്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. 4 മാർക്സിനാണ് അത് ചോദിച്ചിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒളിഗോപോളി മെക്കാനിക്സ് ആണ്. അത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലെയിൻ പ്രൈസ് റിജിഡിറ്റി അണ്ടർ ആൻ ഒളിഗോപോളി യൂസിങ് ദ കിഗ്നർ ഡിമാൻഡ് ലോജിക്. അതായത് ഈ പറയുന്ന ഒളിഗോപോളി മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ ആ ഒരു പ്രൈസ് റിജിഡിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇൻ ഒരു പെർട്ടിക്കുലർ ഡിമാൻഡ് കണ്ടീഷൻ കൂടി അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് ലീഡർഷിപ്പ് എന്നുള്ളതും അതായത് അതിന്റെ ആ ഒരു പാറ്റേൺ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡിസ്ക്രൈബ് 1 ലീഡർഷിപ്പ് പാറ്റേൺ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ലീഡർഷിപ്പ് പാറ്റേണിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം വിത്ത് എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഔട്ട്കമ്മിനെ നമ്മൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മളോട് അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ 2 ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് സ്യൂട്ടബിൾ ഫോർ എ കൺസ്യൂമർ. അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിൽ നിന്നും 2 ടെക്നിക്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് അവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ discuss accuracy evaluation and the role of regression diagnostics in forecasting. ഫോർകാസ്റ്റിംഗിൽ എന്താണ് റിഗ്രഷൻ ഡയഗ്നോസ്റ്റിക്സിന്റെ റോൾ എന്നുള്ളതും എന്താണ് ആക്യുറസി ഇവാലുവേഷൻ എന്നുള്ളതുമാണ് നമുക്ക് രണ്ടാമത്തെ പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് 1 മാനേജീരിയൽ ഡിസിഷൻ ദാറ്റ് ഡയറക്ട്ലി യൂസ് ദ ഫോർകാസ്റ്റ്. ഫോർകാസ്റ്റ് നമുക്ക് ഡയറക്ട്ലി യൂസബിൾ ആവുന്ന ഒരു മാനേജീരിയൽ ഡിസിഷൻ ഏതാണ് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ് റൺ കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്നത് ക്വസ്റ്റ്യൻ ആണ്. അതിൽ എക്കോണമീസ് ആൻഡ് ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഹൗ ദേ ഷേപ്പ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്നുള്ളത് കൂടി നമ്മൾ വിത്ത് ഗ്രാഫ് തന്നെ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസിങ് എ ലേബിൾഡ് ഡയഗ്രാം റിലേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് എഫക്ട്സ് ടു ലോങ് റൺ കോസ്റ്റ് ബിഹേവിയർ. എങ്ങനെയാണ് ഒരു ലോങ് റൺ കോസ്റ്റ് ബിഹേവിയർ എഫക്ട് ചെയ്യുന്നത്, ലേണർ അല്ലെങ്കിൽ ഈ പറയുന്ന ലേണിംഗ് എക്സ്പീരിയൻസ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. പ്രൈസിംഗ് വിത്ത് മാർക്കറ്റ് പവർ എന്നുള്ള ഭാഗത്ത് നിന്നും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ്, അതിന്റെ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഇറ്റ് ഈസ് ഫീസബിൾ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി ഫോംസ് ഓഫ്
ഈ പറയുന്ന പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് കമന്റ് ഓൺ ലൈക്ലി ഔട്ട്പുട്ട് ആൻഡ് വെൽഫെയർ ഇഫക്റ്റ്. ഇത്രയാണ് നമ്മളോട് 7th ക്വസ്റ്റ്യൻ ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് കാറ്റഗറി ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ 10 മാർക്സ് ഈച്ച് എന്നുള്ള രീതിയിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ട്രാൻസ്ഫർ പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 പാർട്ട് താരിഫ്, ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ദി കോസ്റ്റ് ഫംഗ്ഷൻ. ഇത്രയാണ് നമ്മുടെ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇത്രയാണ് നമ്മുടെ ഈ ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഒരു എക്സാം പ്രിപ്പറേഷനിലേക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഇനിയും നിങ്ങളുടെ മറ്റുള്ള സബ്ജക്റ്റുകൾ ആയിക്കോട്ടെ, മറ്റുള്ള സെമിസ്റ്ററുകളിലേക്കുള്ള എക്സാം പ്രിപ്പറേഷന്റെ ഒരു കോൺഫിഡന്റിനായിട്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് അവൈലബിൾ ആവുന്നതിനായിട്ട് ലേൺവൈസ് യൂട്യൂബ് ചാനൽ ആൻഡ് കമ്മ്യൂണിറ്റി ചാനൽസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.